ഇപ്പോൾ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് സർ. എനിക്ക് തോന്നുന്നു ട്രെയിൻ ലേറ്റല്ല, നമ്മൾ ഇന്നലെ കരുതിയതുപോലെ 9:30 ട്രെയിൻ കാർവാറിൽ എത്താനാണ് സാധ്യത അല്ലേ? രാത്രി ലേറ്റ് ആയിരുന്നു, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് കാച്ചിങ് അപ്പ്. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് ഈ ഡ്രോൺ ഇവിടെ എത്തിക്കാൻ സാധിക്കും. ഒരു 11 മണിയോടുകൂടി നമുക്ക് ഈ സെർച്ചിങ് ആരംഭിക്കാൻ കഴിയുമോ? എൻഡേവർ മാക്സിമം എഫേർട്ട് അത് വെച്ചിട്ടാണ്. അതിനാണ് നമ്മൾ മഴ ആയാലും അവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ആർ എസ്റ്റാബ്ലിഷിംഗ് എ ഗ്രൗണ്ട് സ്റ്റേഷൻ, കൺട്രോൾ സ്റ്റേഷൻ വിച്ച് ഈസ് വെതർ കുറച്ച് കേടായാലും അവിടെ ആ ഗ്രൗണ്ട് സ്റ്റേഷൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മുടെ അവിടെ ആർമി നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത് ആ ഗ്രൗണ്ട് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ഓക്കെ, ആർമി ആ ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ ഇത് കാണാമായിരുന്നു. അവിടെ ഒരു ടെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു അങ്ങടക്കമുള്ളവർക്ക് അവിടെ എത്തി അവിടെ നിന്ന് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങയോടൊപ്പമുള്ളത് ഒന്ന് രാജേന്ദ്രനാണ്, മറ്റൊന്ന് ആരാണ്? അങ്ങ് ഇന്നലെ ഒരു പേര് പറഞ്ഞിരുന്നു. 3 പേരടങ്ങുന്നവരാണ് അതിന് നേതൃത്വം നൽകുക അങ്ങടക്കം. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു തടസ്സം നേരിട്ടിട്ടുണ്ട്. മേജർ ജനറൽ ഇന്ദ്രബാലനാണ് ഇന്ന് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിനോടൊപ്പം RF സിഗ്നലുകൾ വ്യാഖ്യാനിക്കാൻ ശേഷിയുള്ള, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശേഷിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനായ രാജേന്ദ്രൻ കൂടി, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. മറ്റൊരാൾ കൂടി ഇതിന് നേതൃത്വം നൽകാൻ അവർ ആ ടീമിനോടൊപ്പം ഉണ്ടാവും. അവർ ഇപ്പോൾ ആർമി തയ്യാറാക്കിയിരിക്കുന്ന താൽക്കാലിക ടെൻറ്റ് മറുഭാഗത്ത് പ്രേക്ഷകർക്ക് അല്പസമയം കാണാമായിരുന്നു. ആ ടെൻറ്റിലായിരിക്കുമുള്ളത്. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മളോടൊപ്പം ശ്രീ ഇന്ദ്രബാലൻ ചേരുന്നുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഞാൻ ചോദിച്ചത് അങ്ങയോടൊപ്പം ശ്രീ രാജേന്ദ്രനുണ്ട്, മറ്റൊരാൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ 3 പേരുടെ പേരാണ്, 2 പേരുടെ പേരെ എനിക്ക് കിട്ടിയുള്ളൂ. മൂന്നാമത്തെ ആൾ അത് രാജീവ് റോയ്. അവരാണ് ഈ കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ആൻഡ് ഓൾസോ ദി പേഴ്സൺ ഹു ഇന്നോവേറ്റഡ് ദിസ് ന്യൂ ടെക്നോളജി. ലാസ്റ്റ് 2-3 years he's been working on it. നമ്മൾ അവരെ ജോയിൻ ചെയ്തിരിക്കുന്നത് റീസെന്റ് ആണ് ആസ് ഓപ്പറേഷണൽ അഡ്വൈസർ. He is the most important person here who's going to operate the drone, and thereafter the interpretation will be done by a team. ഓക്കെ, രാജീവ് റോയ്, ഇന്ദ്രബാലൻ, രാജേന്ദ്രൻ, ഈ 3 പേരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. രാജീവ് റോയ് ആണ് നമ്മുടെ ഈ കമ്പനി ഇൻവർക്സ് ടെക്നോളജീസ് R&Dയുടെ CEO ആൻഡ് ഈ ക്വിക്ക് പേ ലിമിറ്റഡിന്റെ. ഓക്കെ സർ, ഈ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഓറഞ്ച് അലേർട്ടാണ്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ അതിൽ? ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ഇപ്പോൾ ഉള്ള മഴയാണെങ്കിൽ വി വിൽ സ്റ്റിൽ ട്രൈ ടു ഓപ്പറേറ്റ് ദ ഡ്രോൺ. ഒരുപാട് മഴ കൂടിക്കഴിഞ്ഞാൽ ഹെവി ഡൗൺ പോർ ആയാലോ അല്ലെങ്കിൽ വിൻഡ് ഇഫ് ഇറ്റ് ഇൻക്രീസസ് മോർ ദാൻ 15 knots then our operations will get hampered. ഓക്കെ, അതായത് കാറ്റിന്റെ ഗതിയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? ഡെഫിനറ്റ്ലി അപ് ടു 10-12 knots ഡ്രോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡ്രോണിന്റെ സ്റ്റെബിലിറ്റി വിൽ ബി എഫക്റ്റഡ്. നമുക്കിപ്പോൾ പുഴയിൽ ഇപ്പോൾ ഇത് 5 മുതൽ 15 മീറ്റർ വരെ താഴ്ചയിലാണെന്നാണ് സോണാറിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ പറയുന്നത്. നമുക്ക് എത്ര മീറ്റർ വരെ ആഴത്തിൽ ഈ ലോറിയെ കണ്ടെത്താൻ കഴിയും? ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്. ഇന്നലെ കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ പ്ലാനിങ്ങിൽ വി ആർ ട്രൈങ് ടു ഡു എ ബെഡ് പ്രൊഫൈലിംഗ്. ആ ബെഡ് പ്രൊഫൈലിംഗ് ചെയ്താൽ നമുക്ക് ഈ പുഴയുടെ ആ ഉള്ള ലൊക്കേഷനിൽ എന്താണ് ഡെപ്ത് അറിയാൻ പറ്റും ഫ്രം എൻഡ് ടു എൻഡ്. അപ്പോൾ ഡെപ്തിൻ്റെ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ വി കൻ മേക്ക് എൻ അസസ്മെന്റ്. ഡെപ്ത് ഇത്ര ഉള്ളെങ്കിൽ ട്രക്ക് വി നോ ജനറലി അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന്. അത് വെച്ചിട്ട് ഏകദേശം അനുമാനം വെക്കാൻ പറ്റും ഹൗ ഫാർ ഡീപ്പ് ഈസ് ദ ട്രക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോനാറോ അല്ലെങ്കിൽ മാഗ്നറ്റോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു റേഞ്ചിങ് പറ്റിയിട്ട് നമുക്ക് ഐഡിയ കിട്ടുന്നു. അതും ഡിഫ്യൂഷനായ കാരണം നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. സോ ദാറ്റ് ഈസ് അനദർ വേ വി ആർ ട്രൈങ് ടു അസസ് ആ ട്രക്ക് എത്ര ഡീപ്പ് ആയിരിക്കും. ഫൈൻ സർ, ഈ സോണാർ മെഷീൻ ലൊക്കേറ്റ് ചെയ്ത കോൺടാക്ട് 1 അവിടെ ആയിരിക്കില്ലേ നമ്മൾ പ്രാഥമികമായി ഈ തെരച്ചിൽ തുടങ്ങുക? ഡെഫിനറ്റ്ലി കോൺടാക്ട് 1 തന്നെ ആയിരിക്കും. അതന്നെ ഈ കോൺടാക്ട് 1ഉം കോൺടാക്ട് 2 ഉള്ള കാരണം ഈ ട്രക്ക് ഒരു പീസിലാണോ 2 പീസിലാണോ, ഈ 2 പീസിൽ ഏതാണ് വലിയ പീസ് ഏതാണ് ചെറിയ പീസ്, ക്യാബിൻ എവിടെയാണ്, നമുക്ക് നമ്മുടെ മാക്സിമം ഇൻട്രസ്റ്റ് ക്യാബിനിലാണ്. അവിടെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത് അർജുൻ തന്നെ. അപ്പോൾ അത് കണ്ടുപിടിക്കാനും ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ പീസ്, അപ്പോൾ ഈ ക്യാബിൻ അപ്സ്ട്രീമിലാണോ ഡൗൺ സ്ട്രീമിലാണോ സൈഡ് വേസ് ആണോ കമത്തിക്കെടുക്കാനോ അതിൻ്റെയും ഒരു സിഗ്നേച്ചർ മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം നിലവിൽ നമുക്ക് ആ ട്രക്കിൻ്റെ ഡയറക്ഷൻ കൂടി ഈ സിഗ്നലിൽ കിട്ടും അല്ലേ? ഈ പ്രൊഫൈൽ മാപ്പിങ്ങിൽ കിട്ടും. അത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ഫോട്ടോഗ്രാഫി ഇമേജ് രണ്ട് ഭാഗത്തെ ഫോട്ടോഗ്രാഫി. ഇത് ഒരു ഇമേജ് ഇന്റർപ്രിട്ടേഷൻ ആണ്, സിഗ്നേച്ചർ ഇന്റർപ്രിട്ടേഷൻ ആണ്. ദാറ്റ് ഈസ് അവർ I would say proprietary software and proprietary ability which we have been able to develop, plus augmentation ability of the signal
ബൈ യൂസിങ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയി ചെയ്ത കാരണമാണ് വി ആർ ഏബിൾ ടു ഇന്റർപ്രറ്റ്. അത് നമ്മൾ ഈവൻ എ നോർമൽ ഓർ അഡ്വാൻസ് പേഴ്സൺ ഹു ഇന്റർപ്രറ്റ് ഇമേജ് അവർക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. അതിന് സ്പെഷ്യലിസ്റ്റ് വേണം. ഓക്കെ, താങ്ക് യു ഇന്ദ്രബാലൻ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഉച്ചയോടുകൂടി ഒരു പക്ഷേ നമുക്ക് ആ സിഗ്നലുകൾ കിട്ടുമായിരിക്കും അല്ലേ? ബൈ 11 o'clock നമ്മൾ ഓപ്പറേഷൻ തുടങ്ങിയാൽ വിതിൻ 2 hours വി ഷുഡ് ബി ഏബിൾ ടു, ഇൻ കേസ് ദി വെദർ ഹോൾഡ്സ്, ഒരുപാട് മഴ ഇല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റേക്ക് ആണെങ്കിൽ വിൽ കണ്ടിന്യൂ ദി ഓപ്പറേഷൻ ആസ് ഫർ ആസ് സൂൺ ആസ് വി ക്യാൻ കം ടു സം റിസൾട്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ആ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നതിലൂടെയാണ് സ്കൂബ ഡൈവേഴ്സിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. സ്കൂബ ഡൈവേഴ്സിനുള്ള ഒരു എവിഡൻസും ഒരു സഹായവുമാണ് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു ഒരു ഡാറ്റയാണ്, ഒരു പ്രധാനപ്പെട്ട വൈറ്റൽ ഡാറ്റയായിട്ട് അത് മാറും അല്ലേ? അത് വേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് വെരി റിസ്കി ടു ഡു ഡൈവിംഗ് ഇൻ ദിസ് കൈൻഡ് ഓഫ് കറന്റ്. അവർ ആ റിസ്ക് എടുത്ത് പോവുകയാണെങ്കിൽ അത് ഡേവിഡ് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. പക്ഷേ വെദർ ടു ടേക്ക് ദാറ്റ് റിസ്ക് അവർ അത് എടുക്കുകയാണെങ്കിൽ how best we can aid them with the correct maximum possible information for better diving planning. അതന്നെ ഒരു വലിയ കാരണം. പ്രോപ്പർ പ്ലാനിങ് ഓഫ് ഡൈവിംഗ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി. അതിന് നമുക്ക് വി ആർ ട്രൈങ് ടു ഹെൽപ്പ് ദം വിത്ത് മാക്സിമം അവൈലബിൾ ഇൻഫർമേഷൻ.